തളി കടുകശ്ശേരി തച്ചുകുന്ന് സഫിയ വധക്കേസിൽ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്വർണം വിറ്റ എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ ശരത്തിനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ സിൽവർ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. സഫിയയുടെ കൈകളിൽ നിന്നും ഊരിയെടുത്ത വളകളിലൊന്നാണ് പ്രതി ശരത്ത് എരുമപ്പെട്ടിയിലെ സ്വർണ്ണാഭരണ കടയിൽ വിൽപ്പന നടത്തിയത്. 1 പവൻ തൂക്കമുള്ള വളയ്ക്ക് 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കോടതി റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് റിക്കവറി നടപടികൾ നടത്തിയത്. ചെറുതുരുത്തി പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI-മാരായ KR ജസ്റ്റിൻ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പിനുണ്ടായിരുന്നു. കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 70 വയസ്സുള്ള സഫിയ ഏപ്രിൽ 11-നാണ് കൊല്ലപ്പെട്ടത്. തനിച്ച് താമസിച്ചിരുന്ന സഫിയയെ വൈകുന്നേരം പ്രതി വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. സഫിയയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും പ്രതി കവർന്നു. ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ആഭരണങ്ങൾ കാണാതായതും ശരീരത്തിലെ ചെറിയ മുറിപ്പാടുകളും സംശയത്തിനിടയാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഫിയയുടെ വീടുമായി അടുപ്പം പുലർത്തുകയും ഇവർക്ക് സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ശരത്താണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയത്. ശരത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും സഫിയയുടെ സ്വർണമാലയും 3 വളകളും പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ 1 വള വിൽപ്പന നടത്തിയതായി പ്രതി അറിയിച്ചത്.